ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എം വി ഗോവിന്ദൻ തന്നെ ഇത് പറയണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദൻ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കേണ്ടതാണ് ആ കേസിൽ. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാകാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങിവെച്ചത് എം വി ഗോവിന്ദനാണ്. അയാളെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തു കാണും. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ കേസ് കൊടുത്തപ്പോ 24 മണിക്കൂറിനകം കേസെടുത്ത്. നല്ല കാര്യം. അല്ലല്ല, കേൾക്ക്, കേസെടുത്ത് നല്ല കാര്യം. പക്ഷെ ഇതിനു മുമ്പ് കൊടുത്ത കേസുകളിൽ ഒന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. രണ്ടാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാ. എത്ര മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അഖില, ഇല്ലേ? ആക്രമിച്ചില്ലേ? സൈബർ ആക്രമണം ഉണ്ടായി. എന്ത് നടപടിയാണ് എടുത്തത്? എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി CPM സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു. എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത്. എന്നിട്ട് കേസൊക്കെ എവിടെ പോയി? ആ കേസൊക്കെ എവിടെ പോയി? ഈ കേസെടുത്തപ്പോ ഇരട്ട നീതിയാ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അത്രയും കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് താനെന്നും താനാണ് ഒരു മാസം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം, അതായത് ഒരു CPM വനിതാ നേതാവും ഒരു MLA തമ്മിൽ അവിഹിതമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് ഒരു ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. മണ്ഡലം സെക്രട്ടറിയാണ് പറയുന്നത്. നടപടി എടുക്കുക. ഇത് ഒരു മാസം മുമ്പെന്നുള്ള കേസല്ലല്ലോ. ഇത് ഒരു മാസം മുമ്പെന്നുള്ള നിങ്ങൾക്ക് കൈരളിക്ക് ഇയാൾ ചോദിക്കണതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കൈരളിക്ക് ഇതിന്റെ ഡേറ്റും അറിയാൻ പാടില്ല. അറിയാം, എന്താ അറിയാത്ത മറ്റും ഒരു മാസം എന്നൊക്കെ പറയുന്നത് കൺഫ്യൂഷൻ ആക്കാൻ ഇതിന്റെ ഒരു മാസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായത്. ഒരു മാസം മുമ്പ് ഉണ്ടായ സംഭവമല്ലല്ലോ. സംഭവം ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, അവരുടെ പോസ്റ്റിലൊന്നും അവരുടെ ആരുടെ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ പേരുകളുണ്ട്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു കാര്യം, കഴിഞ്ഞ ഒരു മാസമായി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച്, എന്നെക്കുറിച്ച് അടക്കം മുഴുവൻ ആളുകളെയും കുറിച്ച് കാണാവുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇഷ്ടംപോലെ ആരോപണമുണ്ട്. അന്നൊക്കെ ചെന്ന് നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലോടൊന്നും പോയി ചോദിച്ചില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇറക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും അതുപോലെ വാർത്തകൾ നടന്നാലും എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് കയറണം? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. അതില് ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പങ്ക്, എന്ത് പങ്കാണ് വഹിച്ചതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. എറണാകുളത്ത് ലെനിൻ സെന്ററിൽ പാർട്ടിയുടെ ഞങ്ങളാരും അവിടെ കയറില്ലല്ലോ, ജില്ലാ സെക്രട്ടറി കിടക്കണതിന്റെ കട്ടിലിന്റെ അടി കൊണ്ട് ക്യാമറ വെച്ച ബിരുദന്മാരുള്ള ജില്ലയാണിത്. എന്തു വൃത്തികേടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? നിങ്ങൾക്ക് എല്ലാ ഉത്തരവും പറയാനല്ല നിൽക്കുന്ന കൈരളിക്ക്. ഞാൻ പറയുന്നത്, എന്നിട്ട് അതെങ്ങനെ പോയത്? ഈ വാർത്ത ആദ്യം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആദ്യം പുറത്തുപോയത് CPM-ൽ തന്നെയാണ്. ആ വാർത്ത പുറത്തുപോയി, ചാനലിൽ വാർത്ത വന്നു, പത്രത്തിൽ വാർത്ത വന്നു. ആ പത്രത്തിലെ വാർത്തകൾ കോൺഗ്രസിലെ ഹാൻഡിലുകൾ ചെയ്തു കാണും. കാരണം കഴിഞ്ഞ ഒരു മാസമായി ഈ ക്രൂരമായ ആക്രമണമാണ്
CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നേരെ